അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണരായ വിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൂറത്തു നംലിലെ 73 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശ്രവിച്ചത്. അതിൽ എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് എതിരെ അവൻ്റെ ശിക്ഷാ നടപടികൾ വേഗം സ്വീകരിക്കാത്തത് എന്നതിൻ്റെ ചില ഉദാഹരണങ്ങളും ചില സംഭവങ്ങളുമാണ് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അല്ലാഹു ദൂ ഫളിൽ, അള്ളാഹു അങ്ങേയറ്റം ഔദാര്യം ചെയ്യുന്നവനാണ്. എത്ര നിഷേധങ്ങൾ പ്രവർത്തിച്ചാലും ഈ ലോകത്ത് വെച്ച് പെട്ടെന്ന് പിടിപെടുകയില്ല. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സത്യനിഷേധികളായ ആളുകളെ പെട്ടെന്ന് പിടികൂടുന്നതിൽ യാതൊരു പ്രയാസവുമില്ല എന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശ്രവിച്ചത്. ഇനി 74-ാമത്തെ ആയത്ത് നമുക്ക് ശ്രവിക്കാം. وَإِنَّ رَبَّكَ لَيَعْلَمُ مَا تُكِنُّ صُدُورُهُمْ وَمَا يُعْلِنُونَ. വഇന്ന റബ്ബക, തീർച്ചയായും നിന്റെ റബ്ബ്, ലയഅലമു മാ തുകിന്ന സുദൂറുഹും, നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഒളിച്ചു വയ്ക്കുന്നത് അറിയുന്നവനാകുന്നു. തീർന്നില്ല, വമാ യുഅ്ലിനൂൻ, നിങ്ങൾ പരോക്ഷമായി കൊണ്ട് പ്രത്യക്ഷത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും കൃത്യമായി അറിയുന്നവനാകുന്നു എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്, അവൻ്റെ മാത്രം കഴിവാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി അറിയുക എന്നുള്ളത്. ഈ ലോകത്ത് നടക്കുന്ന, അത് ഏത് നാട്ടിലും നടക്കുന്ന, ഏത് ഇരുട്ടറയ്ക്കുള്ളിൽ നടക്കുന്നതും കൃത്യമായി അറിയുന്നവനാണ് അല്ലാഹു. നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ചിന്തിക്കുന്നത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ പല ആവർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവിൻ്റെ മാത്രം കഴിവാണ്, അതൊരാൾക്കും അവകാശപ്പെടാൻ ന്യായമില്ല എന്നതാണ് ഈ ഒരു ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്ത് കൊഴിഞ്ഞു വീഴുന്ന ഒരു ഇല, അതുപോലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അറിയുന്നവനാണ്. അല്ലാഹുവിൻ്റെ അറിവില്ലാതെ ഒരു ഇല പോലും ഒരു മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുകയില്ല എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 24 മണിക്കൂറും അത് ഏതേത് വ്യക്തികളും ചെയ്യുന്ന, ഏതേത് ശക്തികളും പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും, പ്രപഞ്ചം മുഴുവൻ, ആലം, അതായത് അല്ലാഹു അല്ലാത്ത മുഴുവൻ വസ്തുക്കളും ജന്തുക്കളും ജീവജാലങ്ങളും എല്ലാം പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും, ഓരോ മൈന്യൂട്ടായ, നമ്മൾ മറച്ചു വച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിച്ചതുപോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുമെന്നാണ്. അപ്പോൾ സദാ നമ്മെ വീക്ഷിക്കുന്നവനാണ് അല്ലാഹു. അൽ അലീമാൻ, എല്ലാ കാര്യങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റഖീബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നത് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ചില ആളുകൾ, മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ പോലും ഇസ്ലാമിന് വിരുദ്ധമാകുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പങ്കു ചേർക്കുന്ന രൂപത്തിൽ ചില മാല മൗലൂദുകൾ ഓതുന്നത് കാണാൻ സാധിക്കും. പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അല്ലാഹുവിൻ്റെ സിഫത്തിലാണ്, അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളിലാണ്, അല്ലാഹുവിന് മാത്രമുള്ള കഴിവുകളിലാണ് പങ്കു ചേർക്കുന്നത് എന്ന് മുസ്ലിം ഉമ്മത്ത് തിരിച്ചറിയണം എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ സാഹചര്യത്തിനനുസരിച്ച് കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നത്. എന്താണ് മാലയിൽ പറയുന്നത്? കുപ്പിക്കകത്തുള്ള വസ്തുവിനെപ്പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ എന്നാണ് മുഹീദ്ദീൻ ഷെയ്ഖിനെക്കുറിച്ച് മുഹീദ്ദീൻ മാലയിൽ പറയുന്നത്. അതായത് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഒളിപ്പിച്ചു വച്ചതുപോലും ഒരു കുപ്പിക്കകത്തുള്ള മുട്ടായിയെ നമ്മൾ എങ്ങനെയാണ് പുറത്തു നിന്ന് കാണുന്നത്, അതുപോലെ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഒളിപ്പിച്ചു വച്ചത് അറിയും എന്ന് മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ കളവുകൾ പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കും കൊടുത്തിട്ടില്ല. അത് അല്ലാഹുവിന് മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു അവനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ, മറ്റുള്ള ആളുകൾക്കുള്ള വിശേഷണമാണെങ്കിൽ അല്ലാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. മറിച്ച് അല്ലാഹുവിന് മാത്രമുള്ള കഴിവ്,
അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ, അള്ളാഹുവിൽ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ, അതിൻ്റെ പ്രത്യേകതകൾ, അള്ളാഹുവിൻ്റെ മാത്രമുള്ള കഴിവുകൾ പറയുമ്പോൾ അള്ളാഹു മറ്റൊരാൾക്കുമില്ലാത്ത പ്രത്യേകതകൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ആ പ്രത്യേകതകൾ ഒരിക്കലും മറ്റൊരാൾക്ക് ചാർത്തി കൊടുക്കാൻ പാടില്ല. എന്താണ് ഈ ആയത്തിൽ പറഞ്ഞത്? ലയഅലമു, തീർച്ചയായും അറിയുന്നു, ലയഅലമു മാ തുകിന്നു, തീർച്ചയായും അറിയുന്നു, മാ തുകിന്നു, ഗോപ്യമാക്കി വച്ചിരിക്കുന്നത്, മാ തുകിന്നു സുദൂറുഹും, അവരുടെ ഹൃദയത്തിനുള്ളിൽ ഗോപ്യമാക്കി വയ്ക്കുന്നത് പോലും അള്ളാഹു സുബ്ഹാനഹു തആല അറിയുന്നു എന്ന് പറയുമ്പോൾ ഈ അറിവ് ഒരാൾക്കുണ്ടാവില്ല. അതുപോലെ തന്നെ വമാ തുഅലിനൂൻ, നിങ്ങൾ പരോക്ഷമായിക്കൊണ്ട് അതുപോലെ തന്നെ പ്രത്യക്ഷമായിക്കൊണ്ട് പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും പറയുന്നതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നു എന്നതാണ് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സിഫത്ത്, ഈ ഒരു വിശേഷണം അള്ളാഹു അല്ലാത്തൊരാൾക്കും ചാർത്താൻ പാടില്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും ചാർത്താൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. ഇനി നമുക്ക് 75-ാമത്തെ ആയത്ത് ശ്രവിക്കാം. وما من غائبة في السماء والأرض إلا في كتاب مبين. വമാ മിൻ ഗായിബത്തിൻ, മറഞ്ഞ കാര്യമായിക്കൊണ്ട് ഒന്നും തന്നെയില്ല, ഫിസ് സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളിൽ, അതായത് പ്രപഞ്ചം മുഴുവൻ അതിൽ മറഞ്ഞതായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലയെ സംബന്ധിച്ചിടത്തോളം ഒരു വസ്തുവോ ഒരു ചലനമോ ഇല്ല എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ പറയുന്നത്. മാത്രമല്ല വീണ്ടും അത് എടുത്തു പറയുന്നു, ഇല്ലാ ഫി കിതാബിൻ മുബീൻ, അത് വ്യക്തമായ സ്പഷ്ടമായ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടല്ലാതെ. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിനു മുമ്പ് എല്ലാ കാര്യങ്ങളും അവൻ്റെ ലൗഹൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. ഈ ലോകത്ത് സംഭവിക്കാനിരിക്കുന്നതും വരാനിരിക്കുന്നതും ലോകാവസാനം വരെയുള്ള സംഭവ വികാസങ്ങളെ അത് ചെറുതെന്നില്ല, വലുതെന്നില്ല, നിസാരമായത് എന്നില്ല, ഗൗരവമേറിയത് എന്നില്ല, എല്ലാ കാര്യങ്ങളും ഒരു കടുകുമണിയോളം വിഷയമുള്ള കാര്യമാണെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായി ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഒരാൾ ഈ ലോകത്ത് ജനിച്ചാൽ അവൻ എന്തൊക്കെ ചെയ്യുമെന്നും കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ അറിവ് മുൻകടന്നതാണ്. ഒരു മനുഷ്യനെക്കുറിച്ച് അവൻ എന്തൊക്കെ പ്രവർത്തിക്കുമെന്ന് കൃത്യമായ അറിവ് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്കുണ്ട് എന്നതുകൊണ്ട് തന്നെ അത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അത് ലൗഹൽ മഹ്ഫൂദിൽ 50,000 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. സൃഷ്ടിപ്പിൻ്റെ ആരംഭം മുതൽ ഇനി ലോകാവസാനം വരെ സംഭവിക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല ചെറുതെന്നില്ല, വലുതെന്നില്ല, നിസാരമായതെന്നില്ല, ഗൗരവമേറിയതെന്നില്ല, കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖമറിലെ 52, 53 വചനങ്ങൾ അത് ഒന്നുകൂടെ നമുക്ക് എടുത്തോതി തരുന്നുണ്ട്, വിളിച്ചു പറഞ്ഞു നൽകുന്നുണ്ട്. വകുല്ലു ഷൈഇൻ ഫഅലൂഹു ഫിസ്സുബർ, നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ ഓരോ കാര്യങ്ങളും അത് ഏടുകളിൽ കൃത്യമായി എഴുതപ്പെട്ടിട്ടുണ്ട്, അത് കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. വകുല്ലു സഗീരിൻ വകബീരിൻ മുസ്തതിർ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ അതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അത് രേഖപ്പെടുത്തി വച്ച ഒരു സംഭവമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് മാത്രം കഴിവുള്ള ഒരു വിഷയമാണ് എല്ലാ കാര്യങ്ങളെയും, മറഞ്ഞതും തെളിഞ്ഞതും ഒളിഞ്ഞതുമായ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിവുണ്ട് എന്നത്. മാത്രമല്ല ഒരു സൃഷ്ടി, ആ സൃഷ്ടി ഈ ലോകത്ത് വന്നു കഴിഞ്ഞാൽ, ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് കൃത്യമായ മുൻധാരണയുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക്. അതുകൊണ്ടാണ് അവരെക്കുറിച്ച് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു എന്ന് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന് മാത്രം കഴിവുള്ള ഈ വിശേഷണങ്ങൾ സൃഷ്ടികളിൽ ഒരാൾക്കുമില്ല എന്നത് നമ്മൾ കൂടുതൽ ഈമാനികമായി അള്ളാഹുവിലേക്ക് അടുക്കുവാൻ കാരണമാകുന്ന ഒരു വിഷയമാണ്. അത് ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കണം. പിന്നെ മാത്രമല്ല അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ് ഇതൊക്കെ അറിഞ്ഞിട്ടും നിഷേധികളായ ആളുകൾ ഈ ലോകത്ത് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിനെ തെറി പറഞ്ഞുകൊണ്ട് ജീവിച്ചിട്ടും അവർക്ക് വിട്ടുവീഴ്ചയും അവർക്ക് ഈ ലോകത്ത്
ആസ്വദിക്കാൻ എല്ലാ സംവിധാനങ്ങളും വീണ്ടും വീണ്ടും അള്ളാഹു കനിഞ്ഞു നൽകുന്നത് അള്ളാഹു സൂ ഫളിൽ, അള്ളാഹു അങ്ങേയറ്റം ഔദാര്യം ചെയ്യുന്നവനായതുകൊണ്ട് മാത്രമാണ് പ്രതികാര നടപടികൾ ഉടനെ തന്നെ സ്വീകരിക്കാത്തത് എന്നും നമ്മൾ ഈ ആയത്തുകളിൽ നിന്ന് തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ എടുത്തു പറഞ്ഞത്, നിങ്ങൾ രഹസ്യമായി അള്ളാഹുവിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ ഇസ്ലാമിനെതിരെയും നിങ്ങൾ ഗൂഢാലോചന നടത്തുകയാണെങ്കിൽ പോലും, രഹസ്യമായി നിങ്ങളുടെ മനസ്സുകൾക്കുള്ളിൽ ചിന്തിക്കുകയാണെങ്കിൽ പോലും അതെല്ലാം അള്ളാഹു അറിയുന്നു. അതൊന്നും മറച്ചു വെക്കാൻ റബ്ബിൻ്റെ മുമ്പിൽ സാധിക്കുകയില്ല. ഒരു കാര്യത്തെയും മറച്ചു വെക്കാൻ സാധിക്കുകയില്ല എന്നത് തന്നെയാണ് ഈ ആയത്തുകൾ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി 76, 77 വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിശേഷണമായ അൽ കലാം, വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിൻ്റെ സംസാരമാണ്. ആ വിശുദ്ധ ഖുർആനിൻ്റെ സവിശേഷതകളാണ് ഓർമ്മപ്പെടുത്തുന്നത്. ആ വചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. إن هذا القرآن يقص على بني إسرائيل أكثر الذي هم فيه يختلفون وإنه لهدى ورحمة للمؤمنين. ഇന്ന ഹാദൽ ഖുർആൻ, നിശ്ചയമായും ഈ ഗ്രന്ഥമെന്നുള്ളത്, ഖുർആൻ എന്നുള്ളത്, യഖുസ്സു, അത് വിവരിക്കുന്നു, കഥനം പറയുന്നു, കഥകൾ പറഞ്ഞു നൽകുന്നു, അല ബനി ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികൾക്ക്. തീർന്നില്ല, അക്സറല്ലദീ ഹും ഫീഹി യഖ്തലിഫൂൻ. എന്തിനാ കഥനങ്ങൾ പറയുന്നത്? അക്സറല്ലദീ, അധിക ആളുകളും, അവർ എങ്ങനെയുള്ളവരാണ്, ഹും, അവർ തന്നെ, ഫീഹി, ആ വിഷയത്തിൽ, യഖ്തലിഫൂൻ, അവർ അഭിപ്രായ ഭിന്നതയിലാണ്. അതായത് ഇവിടെ അഹ്ലുൽ കിതാബ്, ബനു ഇസ്രായീൽ എന്ന് പറഞ്ഞാൽ ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ്. അവരെ അഹ്ലുൽ കിതാബ് എന്നാണ് വിളിക്കുന്നത്. ജൂതന്മാർക്ക് മൂസ നബി അലൈഹിസ്സലാം പ്രവാചകനായിക്കൊണ്ട് അവരിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ, അവരിലേക്ക് ഈസ നബി അലൈഹിസ്സലാം പ്രവാചകനായിക്കൊണ്ട് അയക്കപ്പെട്ടിട്ടുണ്ട്. തൗറാത്തും സബൂറും അവരിലേക്ക് വേദഗ്രന്ഥമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കിയിട്ടുമുണ്ട്. പക്ഷേ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ വിഷയത്തിൽ അവർ പരസ്പരം ഭിന്നിപ്പിലായി. ജൂതന്മാർ ഈസാ നബി അലൈഹി സ്വലാമിന് എതിരായി, ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹി സ്വലാമിനെ വാനോളം പുകഴ്ത്തുകയും അതിൽ അതിര് വിടുകയും പിന്നെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോവുകയും ചെയ്തു. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ മാത്രം വിഷയത്തിൽ അവർ പല ഭിന്നാഭിപ്രായങ്ങളിലാണ്. ജൂതന്മാർ ഒരു പക്ഷം, ക്രിസ്ത്യാനികൾ മറ്റൊരു പക്ഷം. ജൂതന്മാർ പറഞ്ഞു ഈസാ നബി അലൈഹി സ്വലാം ജാരസന്തതിയാണ് എന്ന്. മറിയം ബീവി വ്യഭിചരിച്ചുകൊണ്ടാണ് ആ ഈസാ നബി അലൈഹി സ്വലാം ജന്മം കൊണ്ടത് എന്നൊക്കെ അവർ വിവരിക്കുന്നു. എന്നാൽ ക്രിസ്ത്യാനികൾ പറഞ്ഞു അല്ല, ഈസാ നബി അലൈഹി സ്വലാം അത് ദൈവമാണ് എന്ന് പറഞ്ഞു. അതിര് കടന്നുപോയി. അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാം ട്രിനിറ്റി, അതായത് ദൈവം, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇത് മൂന്നും കൂടിയതാണ് ഒരു ദൈവം എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ മാറി. അതല്ല, അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ വേറെയും മാറി. ഇങ്ങനെ ക്രിസ്ത്യാനികൾക്കുള്ളിൽ തന്നെ അഭിപ്രായ ഭിന്നത, ജൂതന്മാർക്കിടയിൽ വീണ്ടും അഭിപ്രായ ഭിന്നത. ഈസാ നബി അലൈഹി സ്വലാമിനെ ക്രൂശിച്ചു എന്ന് അവർ വാദിച്ചു. അവരാണ് ആ ശ്രമം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈസാ നബി അലൈഹി സ്വലാമിനെ ക്രൂശിച്ചു എന്നവർ വാദിച്ചു. എന്നാൽ ക്രിസ്ത്യാനികൾ അവർ വിശ്വസിക്കുകയും ചിലർ വിശ്വസിക്കാതിരിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ ഇതിന് രണ്ടിനുമിടയിൽ കൃത്യമായ വിവരണങ്ങൾ നൽകുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഈ ആയത്തിൽ യഖുസ്സു എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. അവർക്ക് കൃത്യമായ ബോധനം നൽകുന്നു. അവർ അഭിപ്രായ ഭിന്നതയുള്ള വിഷയങ്ങളിൽ കൃത്യമായി എന്താണതിൻ്റെ വസ്തുതയെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. സൂറത്തു മറിയമിലൂടെ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്ര സംഭവങ്ങൾ വിവരിക്കുകയാണ്, കഥനങ്ങൾ പറഞ്ഞു നൽകുകയാണ്. ഈസാ നബി അലൈഹി സ്വലാം ദാലിക ഈസ ഇബ്നു മറിയം എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങൾ മുഴുവൻ പറഞ്ഞതിന് ശേഷം. മാത്രല്ല, അവർ ജൂതന്മാർ പറഞ്ഞത് ഈസാ നബി അലൈഹി സ്വലാമിനെ വധിച്ചു എന്നാണ്, ക്രൂശിച്ചു എന്നാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് വമാ ഖതലൂഹു എന്നാണ്. അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയിട്ടില്ല. വമാ സ്വലബൂഹു, അദ്ദേഹത്തിനെ
ക്രൂശിച്ചിട്ടുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായ വിവരണങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ, ശരിയായ നിലപാടുകൾ വിശുദ്ധ ഖുർആനിലൂടെ വിവരിച്ചു നൽകുകയാണ്. ആശയ കുഴപ്പങ്ങൾക്കും ഭിന്നതകൾക്കും ഒരു തീർപ്പ് കൽപ്പിക്കുക എന്ന നിലക്ക് വിശുദ്ധ ഖുർആൻ ആ സംഭവങ്ങൾ വളരെ കൃത്യമായി, യഥാസ്ഥിതി വളരെ വ്യക്തമായി പഠിപ്പിച്ചു നൽകുകയാണ്. ആ രൂപത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിവരണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ വഇന്നഹു ലഹുദൻ, തീർച്ചയായും അതെന്താണ്? സന്മാർഗം നൽകുന്നതാണ്. വറഹ്മത്തുൻ, അത് കാരുണ്യവുമേകുന്നതാണ്. വിശുദ്ധ ഖുർആൻ ഹുദയുമാണ്, റഹ്മത്തുമാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് സന്മാർഗം നൽകുന്നു, നമുക്ക് കാരുണ്യം നൽകുന്നു. ലിൽ മുക്മിനീൻ, അത് ആർക്കാ ഉപകരിക്കുക? ആ സന്മാർഗവും ആ റഹ്മത്തും പ്രത്യേകമായി ലഭിക്കുന്ന ആളുകളാണ് മുക്മിനീങ്ങൾ. വിശ്വസിച്ച ആളുകൾക്ക് മാത്രമേ അത് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. മുമ്പത്തെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പാരായണം ശ്രവിച്ചിട്ടാണ് അബൂബക്കർ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. അതേ വിശുദ്ധ ഖുർആനിൻ്റെ വരികൾ അബൂജഹലും കേട്ടിട്ടുണ്ട്, പക്ഷേ ഇസ്ലാം സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ മുക്മിനായ ആളുകൾക്ക് മാത്രമേ, വിശ്വാസം സ്വീകരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഹുദ, വിശുദ്ധ ഖുർആൻ എന്ന ഹുദ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഈ വിശുദ്ധ ഖുർആനിൻ്റെ റഹ്മത്ത് പ്രത്യേകമായി ലഭിക്കണമെങ്കിൽ ഈ വിശ്വാസം ഉൾക്കൊള്ളണം, ഈ കഥനങ്ങൾ സ്വീകരിക്കണം, ഈ കഥകൾ നമ്മൾ മനസ്സിലാക്കണം. ഈ ചരിത്ര സംഭവങ്ങളെ കൃത്യമായി വസ്തുനിഷ്ഠമായി കൊണ്ട് നമ്മൾ സ്വീകരിക്കാനും പഠിക്കാനും മനസ്സിലാക്കുവാനും തയ്യാറാകണം. അങ്ങനെ തയ്യാറാകുന്നവർക്ക് മാത്രമേ വിശുദ്ധ ഖുർആൻ ഉപകരിക്കുകയുള്ളൂ എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി തൊട്ടടുത്ത വചനം, 78-ാമത്തെ വചനം നമുക്ക് ശ്രവിക്കാം. ഇന്ന റബ്ബക യഖ്ദി ബൈനഹും ബിഹുക്മിഹി വഹുവൽ അസീസുൽ അലീം. ഇന്ന റബ്ബക, നബിയെ തീർച്ചയായും താങ്കളുടെ റബ്ബ്, യഖ്ദി ബൈനഹും, ഖളാ യഖ്ദി എന്ന് പറഞ്ഞാൽ വിധിക്കുന്നു എന്നാണ്. വിധിക്കുന്നു, ഖാലി വിധിക്കുന്നവൻ, യഖ്ദി ബൈനഹും അവർക്കിടയിൽ വിധിക്കുന്നു. ആർക്കിടയിൽ? അഭിപ്രായ ഭിന്നതയായ ജൂതന്മാരും ക്രിസ്ത്യാനികളുമായ ആളുകൾക്കിടയിൽ അള്ളാഹു വിധിക്കുന്നു. അവർ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ സ്വീകരിക്കാത്തത്, പ്രവാചകനെ തള്ളിക്കളയുന്നത്? ആ വിഷയം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു വിധിക്കുന്നു. ബിഹുക്മിഹി, അവൻ്റെ വിധി അവരിലേക്ക് നടപ്പിലാക്കുന്നു. വഹുവൽ അസീസുൽ അലീം, അള്ളാഹു പ്രതാപിയും അറിവുള്ളവനുമാകുന്നു എന്ന് ഈ ആയത്തിലൂടെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടായിരുന്നു ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇസ്ലാം സ്വീകരിക്കാത്തത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാത്തത്? അവർ പ്രതീക്ഷിച്ചിരുന്നത് ഇസ്ഹാഖ് നബിയുടെ കുടുംബ പരമ്പരയിലായിരിക്കും ഇനിയൊരു പ്രവാചകൻ വരുന്നത് എന്നാണ്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. അവരത് പ്രവാചകനാണ് എന്ന് അംഗീകരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഇത് കള്ളപ്രവാചകനാണ് എന്ന് വരെ പറയുകയുണ്ടായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാൻ മുൻ വേദങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും അവർ ഈ പ്രവാചകനെ അംഗീകരിക്കാതെ അഹങ്കാരം നടിക്കുകയാണ് ഉണ്ടായത്. പ്രവാചകനെ തള്ളിക്കളഞ്ഞു, ഇസ്ലാമിനെ സ്വീകരിച്ചില്ല. പഴയ പ്രമാണങ്ങളുമായി കൊണ്ടവർ മുന്നോട്ട് പോയി. അങ്ങനെ ആ പ്രമാണങ്ങളിൽ കൈകടത്തലുകളുണ്ടായി. അവർ വഴിതെറ്റിപ്പോയിട്ടുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ദൈവമായി അംഗീകരിച്ചുകൊണ്ട് അവർ ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആലയെ ധിക്കരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ സ്വീകരിക്കാതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാതെ അവർ തെറ്റിപ്പോയതുകൊണ്ട് തന്നെ, ധിക്കാരികളായിക്കൊണ്ട് മാറിപ്പോയതുകൊണ്ട് തന്നെ, അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങാത്തത് കൊണ്ട് തന്നെ അവർക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു തആല വിധി കൽപ്പിക്കും. ആരാണ് വിധി കൽപ്പിക്കുന്നത്? വഹുവൽ അസീസുൽ അലീം, അവൻ പ്രതാപശാലിയും അതുപോലെ തന്നെ സർവജ്ഞനുമാകുന്നു. ധിക്കാരികളായ അഹങ്കാരികളായ ആളുകളിലേക്ക് കൃത്യമായി പ്രമാണങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം ആ പ്രമാണങ്ങൾ സ്വീകരിക്കാത്ത ആളുകളിലേക്ക് അള്ളാഹുവിൻ്റെ വിധി നടപ്പിലാക്കും. അവൻ എങ്ങനെയുള്ളവനാണ്? അവൻ പ്രതാപിയാൻ, അതുപോലെ തന്നെ അവൻ സർവജ്ഞനാണ്. ഒരു വിധികർത്താവിനുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. 1, അധികാരമുണ്ടാകണം. 2, ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായ ജ്ഞാനമുണ്ടാകണം. ഒരാൾ ഒരു വിഷയത്തിൽ വിധി കൽപ്പിക്കുമ്പോൾ
കൃത്യമായ ജ്ഞാനമില്ലാതെയാണ് വിധി കൽപ്പിക്കുന്നത് എങ്കിൽ ആ വിധി പൂർണ്ണമാവുകയില്ല, അത് അനീതിയിൽ സമാപിക്കും. അതുപോലെ തന്നെ ഒരാൾ അധികാരമില്ലാതെയാണ് വിധിക്കുന്നത് എങ്കിൽ ബാക്കിയുള്ളവർ അത് അംഗീകരിക്കാനും അതിന് ചാൻസുകൾ കുറവാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അസീസാണ്, പ്രതാപിയാണ്, അവൻ അലീമാണ്, എല്ലാം അറിയുന്നവനാണ്, സർവജ്ഞനാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി പ്രമാണങ്ങൾ അവതരിപ്പിച്ചു കൊടുത്തതിന് ശേഷം അവർ സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ അള്ളാഹു അവരുടെ ധിക്കാരത്തെക്കുറിച്ച് കൃത്യമായി അറിയുന്നവനാണ്, വിധി കൽപ്പിക്കാൻ അധികാരമുള്ളവനാണ്, അവൻ പ്രതാപിയാണ്. ആര് സ്വീകരിച്ചാലും അള്ളാഹുവിൻ്റെ ഈ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് അള്ളാഹുവിൽ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർ, അവർ എത്ര തന്നെ ഉണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ ഇസ്സത്തിന് അധികരിക്കുകയില്ല. എന്നാൽ ഈ ഇസ്ലാമിനെ അംഗീകരിക്കാതെ മുഴുവൻ ആളുകളും വഴികേടിലായിപ്പോയാൽ തന്നെയും അള്ളാഹുവിനെ എല്ലാവരും നിഷേധിച്ചാലും അള്ളാഹുവിൻ്റെ പ്രതാപത്തിനൊന്നും കുറയുകയുമില്ല. ഇതാണ് അള്ളാഹു അൽ അസീസ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. ഇനി അൽ അലീം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നു, സർവജ്ഞനാണ്. നേരത്തെ കഴിഞ്ഞ 2 ആയത്തുകളിൽ നമ്മൾ ശ്രവിച്ചതാണ്. അള്ളാഹു ഹൃദയത്തിനുള്ളിൽ ഒളിപ്പിച്ചു വയ്ക്കുന്ന കാര്യങ്ങളെപ്പോലും അറിയുന്നവനാണ് റബ്ബ്. അപ്പം അത്രയും സർവജ്ഞനായ അള്ളാഹു സുബ്ഹാനഹു തആല വിധിക്കുന്ന വിധിയാണ് പൂർണ്ണതയുള്ള വിധി എന്നത് നമ്മൾ ഈ ആയത്തുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ല ആ വിഷയത്തെക്കുറിച്ച് അൽ അലീം എന്ന് പറഞ്ഞപ്പോൾ ബി അഫ്ആലിൽ ഇബാദിഹി വ അഖ്വാലിഹി, അടിമകളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും കൃത്യമായി അറിയുന്നവൻ സർവജ്ഞാനിയാകുന്നു. അങ്ങനെയുള്ള സർവജ്ഞനും പ്രതാപിയുമായ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിധിയാണ് പൂർണ്ണമായ വിധി. ഇവിടെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല സൂചിപ്പിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഒരു വലിയൊരു വിഭാഗം ആളുകളാണ് ഇതിനെ നിഷേധിക്കുന്നത്. ആ നിഷേധം കാരണം പ്രവാചകരെ താങ്കൾക്ക് മനപ്രയാസമുണ്ടാകേണ്ടതില്ല, താങ്കളാണ് സത്യത്തിൻ്റെ മാർഗം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല 79-ാമത്തെ ആയത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്നത്. ആ ആയത്ത് നിങ്ങൾക്ക് കേൾക്കാം. ഫതവക്കൽ അലല്ലാഹ് ഇന്നക അലൽ ഹഖിൽ മുബീൻ. ഫതവക്കൽ അലല്ലാഹ്, താങ്കൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോവുക. താങ്കളുടെ പ്രബോധന പ്രവർത്തനങ്ങൾ അത് സത്യനിഷേധികൾ നിഷേധിച്ചു കഴിഞ്ഞാലും ശരി, താങ്കളെ കുറ്റപ്പെടുത്തിയാലും ശരി, റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോയിക്കൊള്ളുക. മഹാനായ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞത് ഫി ജമീഅ ഉമൂരിക്, താങ്കളുടെ മുഴുവൻ കാര്യങ്ങളിലും, താങ്കളുടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ, വിശ്വാസ കാര്യങ്ങളിൽ, ഇബാദത്തുകളിൽ, മുഴുവൻ കാര്യങ്ങളിലും റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോവുക. അതോടൊപ്പം വബല്ലിഗ് റിസാലത്ത റബ്ബിക്, താങ്കളുടെ റബ്ബിൻ്റെ റിസാലത്ത് അത് താങ്കൾ പൂർത്തീകരിക്കുകയും ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല തവക്കുൽ റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിൻ്റെ ആശ്വാസവാക്കുകളായിക്കൊണ്ട് പഠിപ്പിക്കുന്നത്. മാത്രമല്ല ആ ആയത്തിൻ്റെ ബാക്കി എന്താ പറഞ്ഞത്? ഇന്നക അലൽ ഹഖിൽ മുബീൻ, താങ്കൾ വ്യക്തമായ സത്യമാർഗത്തിലാണ്, നേർവഴിയിലാണ്, നേർപ്പദത്തിലൂടെയാണ് താങ്കൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. താങ്കൾ സത്യപാതയിലൂടെ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കൾക്ക് തെറ്റിയിട്ടില്ല. താങ്കളെ നിഷേധിച്ച ആളുകളുണ്ടല്ലോ, അവർക്കാണ് തെറ്റിയിട്ടുള്ളത്, അവരാണ് വഴിപിഴച്ചവർ. താങ്കൾ സത്യമാർഗത്തിലാണ്, വ്യക്തമായ മാർഗത്തിലാണ്. അതുകൊണ്ട് റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടെ അള്ളാഹു കൽപ്പിക്കുകയാണ്. ഈ ആയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് എങ്കിൽ പോലും ഇത് ലോകാവസാനം വരെയുള്ള വിശ്വാസികളോടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന കൂടിയാണ്. ഫതവക്കൽ അലല്ലാഹ്, റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് ആളുകൾ കളിയാക്കിയാലും ആളുകൾ നമ്മെ കുറ്റപ്പെടുത്തിയാലും ഇതെന്തൊരു വേഷമാണ്, ഇതെന്തൊരു നടത്തിപ്പാണ്, ഇതെന്തൊരു വിശ്വാസമാണ്, ഇത് 6-ാം നൂറ്റാണ്ടിലെ വിശ്വാസമാണല്ലോ, അവിടെ നിന്ന് ഇതുവരെ വണ്ടി കിട്ടിയില്ലേ എന്നുള്ള കളിയാക്കലുകൾ ഉണ്ടായേക്കാം, കുറ്റപ്പെടുത്തിയേക്കാം, നാട്ടുകാർ ആക്ഷേപങ്ങൾ പറഞ്ഞേക്കാം, വീട്ടിൽ നിന്ന് പോലും ചിലപ്പോൾ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നേക്കാം. എന്നിരുന്നാലും
ആദർശം വെടിഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കരുത്. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിക്കണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തുകളിലൂടെയെല്ലാം നമ്മോട് പറയുന്നത്. വിശ്വാസികളുടെ ക്വാളിറ്റിയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞതും അതുതന്നെയാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, തങ്ങളുടെ റബ്ബിൽ ഭരമേൽപ്പിക്കുന്നവരാണ് അവർ എന്ന് പറയുമ്പോൾ ഏതു പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിലും റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള ഗമനമാണ് നമുക്കെപ്പോഴും ഉചിതമായിട്ടുള്ളത്. അതാണ് സത്യമാർഗവും വ്യക്തമായ മാർഗവും. അതാണ് ഇരുലോക വിജയവും നമുക്ക് സാധ്യമാകുവാൻ കാരണമാകുന്നത് എന്നും നമ്മൾ തിരിച്ചറിയണം. ആ ഒരു ആദർശമാണ്, ആ ഒരു വിളംബരമാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനിയുള്ള 80-81 വചനങ്ങളിലൂടെ അള്ളാഹു സത്യനിഷേധികളുടെ അധപ്പതനത്തെക്കുറിച്ചാണ് എടുത്തു പറയുന്നത്. അവർ എത്ര കണ്ട് അധപ്പതിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി നമുക്ക് വരച്ചു കാണിക്കുന്നു. ആ ആയത്തുകൾ നമുക്ക് കേൾക്കാം. إنك لا تسمع الموتى ولا تسمع الصم الدعاء إذا ولوا مدبرين وما أنت بهاد العمي عن ضلالتهم إن تسمع إلا من يؤمن بآياتنا فهم مسلمون. പ്രബോധന പ്രവർത്തനങ്ങളുമായി കൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ സത്യനിഷേധികൾ അവരുടെ നിഷേധത്തിൻ്റെ ഊക്കുകൂടിയപ്പോൾ ഇനി എത്ര കണ്ട് പറഞ്ഞാലും അവർ സ്വീകരിക്കാൻ തയ്യാറല്ല, അവരുടെ ഹൃദയങ്ങൾ സീലുവച്ചുപോയി എന്ന അവസ്ഥയിലെത്തിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന പ്രവർത്തനങ്ങൾ വീണ്ടും വീണ്ടും അവരിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്, ഇന്നക ലാ തുസ്മിഉൽ മൗത, നബിയെ താങ്കൾക്ക് മരിച്ചവരെ കേൾപ്പിക്കാൻ സാധിക്കുകയില്ല. വലാ തുസ്മിഉ സുമ്മദ് ദുആ ഇദാ വല്ലൗ മുദ്ബിരീൻ, നിങ്ങൾക്ക് ബദിരന്മാരെ കേൾപ്പിക്കാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ച് അവർ പുറംതിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ കേൾപ്പിക്കാൻ സാധ്യമല്ല. മാത്രമല്ല ഒമാ അൻത ബിഹാദീൻ, താങ്കൾക്ക് നേർമാർഗം വെളിച്ചം നൽകാൻ സാധിക്കുകയില്ല. അൽ ഉമി അൻ ളലാലതിഹിം, അവരുടെ ഇരുട്ടിൽ നിന്ന്, അതായത് അന്ധന്മാരെ അവരുടെ കണ്ണുകളുടെ ഇരുട്ടിൽ നിന്ന് വെളിച്ചം നൽകാൻ നബിയെ താങ്കൾക്ക് സാധിക്കുകയില്ല. മറിച്ച് ആരെയാ കേൾപ്പിക്കാൻ സാധിക്കുക? ഇൻ തുസ്മിഉ, താങ്കൾ കേൾപ്പിക്കുന്നത് ഇല്ലാ മൻ യുക്മിനു ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അംഗീകരിക്കുന്ന വിശ്വസിക്കുന്ന ആളുകളെ മാത്രമേ താങ്കൾക്ക് വിശുദ്ധ ഖുർആൻ കേൾപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും ഫഹും മുസ്ലിമൂൻ, അവരാണ് യഥാർത്ഥത്തിൽ കീഴ്വണങ്ങിയവർ എന്നും ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ. ഇവിടെ 3 രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല സത്യനിഷേധികളായ ആളുകളെ ഉപമിച്ചിരിക്കുന്നത്. ഒന്നാമത് ഉപമിച്ചത് സത്യനിഷേധികളായ ആളുകൾ മരിച്ചവരെ പോലെയാണെന്നാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, ഇന്നക ലാ തുസ്മിഉൽ മൗത, റസൂലെ താങ്കൾക്ക് മരിച്ച ആളുകളെ കേൾപ്പിക്കാൻ സാധ്യമല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അവരുടെ ഹൃദയങ്ങൾ മരിച്ചിരിക്കുന്നു. അവർ ജീവിച്ചിരിക്കുന്നവരാണ്, പക്ഷേ മരിച്ചതിന് തുല്യമാണ്. മരിച്ചവരെ കേൾപ്പിക്കാൻ സാധ്യമല്ല എങ്കിൽ മരിച്ചവർക്ക് തുല്യമായി കൊണ്ടാണ് ഇവർ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. എത്ര പ്രബോധനങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുത്താലും ശരി, എത്ര തെളിവുകൾ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്താലും ശരി, ഇനി അവരെ വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമല്ല. അവരുടെ ഹൃദയങ്ങൾ സീലുവച്ചിട്ടുണ്ട്, അവരുടെ ഹൃദയങ്ങൾ മരിച്ചിരിക്കുന്നു. ഇനി രണ്ടാമത് അള്ളാഹു എന്താ പറഞ്ഞത്? വലാ തുസ്മിഉ സുമ്മ ദുആ, അതായത് ബദിരന്മാരെ, ചെവി കേൾക്കാൻ സാധിക്കാത്ത ആളുകൾ, അവരെ താങ്കൾക്ക് കേൾപ്പിക്കുവാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ച് ഇദാ വല്ലൗ മുദ്ബിരീൻ, അവർ തിരിഞ്ഞു നടന്നാൽ പിന്നെ ഒന്നും കേൾപ്പിക്കാൻ സാധ്യമല്ല. ചെവി കേൾക്കാത്ത ആളുകൾക്ക് നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ അവർക്ക് സാധിക്കില്ല. എന്നാൽ നേരെ നിന്ന് സംസാരിക്കുമ്പോൾ, ഒരുപക്ഷെ ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോൾ നമ്മുടെ ചുണ്ടുകളുടെ ചലനമെങ്കിലും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ തിരിഞ്ഞു നിന്നാലോ, പിന്തിരിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര ഒച്ച ഉണ്ടാക്കിയാലും അയാൾക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. സത്യനിഷേധികളായ ആളുകൾ ഇതുപോലെയാണ്. ഒരു ബധിരനായ മനുഷ്യൻ തൻ്റെ ഫ്രണ്ടിൽ നിന്ന് പിന്തിരിഞ്ഞ് നടന്നു പോകുന്നവനെ പോലെ എന്ന് പറയുമ്പോൾ
നമ്മുടെ ചുണ്ടുകളുടെ ചലനം പോലും ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ അവർ ബധിരന്മാരായിപ്പോയി എന്നാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഇനി മൂന്നാമത്, സത്യനിഷേധികളായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു തആല ഉപമിച്ചത് അന്ധന്മാരെ പോലെ എന്നാണ്. അന്ധന്മാരെ പോലെ. അന്ധന്മാർ, അവരുടെ കണ്ണുകൾക്കുള്ളിൽ ഇരുട്ടുണ്ട്, വെളിച്ചം അവർക്ക് കാണാൻ സാധിക്കില്ല. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ അത് എത്ര ശക്തിയാർജിച്ചാലും ശരി, ഇത്തരം സത്യനിഷേധികൾ, കടുത്ത അധപ്പതിച്ച നിഷേധികൾക്ക് ഇനി വെളിച്ചം നൽകാൻ നബിയെ താങ്കൾക്ക് സാധിക്കുകയില്ല എന്ന് പറയുകയാണ്. ഇവിടെ 3 രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല സത്യനിഷേധികളെ ഉപമിച്ചിട്ടുള്ളത്. ഒന്നാമത് മരിച്ചവനെ പോലെ, രണ്ടാമത് അന്ധനെ പോലെ, മൂന്നാമത് ബധിരനെ പോലെ എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഈ 3 രൂപത്തിലും അവർ അധപ്പതിച്ചു പോയിരിക്കണം. അവരുടെ ഹൃദയങ്ങൾ മരിച്ചു. അവർ ഇപ്പോൾ സത്യമെന്താണ് എന്ന് കേൾക്കാൻ പോലും സാധിക്കാത്തൊരവസ്ഥയിൽ അവർ തിന്മയിൽ ആണ്ടുപോയി, സത്യനിഷേധത്തിൽ ആണ്ടുപോയി. വെളിച്ചം അത് എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ, നന്മയുടെ മാർഗം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ അവരുടെ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചിട്ടുമുണ്ട്. എത്ര വലിയ ദൃഷ്ടാന്തങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയാൽ പോലും അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ അവർ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ ആയത്ത് സൂറത്തു റൂമിലെ 51, 52 വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ ആയത്ത് തുടങ്ങിയത് ഇന്നക ലാ തുസ്മിഉൽ മൗത എന്നാണെങ്കിൽ, അവിടെ സൂറത്തു റൂമിലെ 51, 52 ആയത്തുകൾ ആരംഭിക്കുന്നത് ഫ ഇന്നക ലാ തുസ്മിഉൽ മൗത എന്നാണ്. അവിടെ ഒരു ഫാ മാത്രമാണ് വ്യത്യാസമായി കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ആ ആയത്തുകൾ പരിശോധിക്കാം. സൂറത്തു റൂമിലെ 51, 52 ആയത്തുകൾ, ഈ 2 ആയത്തുകളും ഇവിടെ പറഞ്ഞ 2 ആയത്തുകളും സെയിമാണ്. പക്ഷേ സൂറത്തു റൂമിലെ 51, 52 ആയത്തുകൾ, അതിൻ്റെ 51-ാമത്തെ ആയത്ത് ആരംഭിക്കുന്നത് ഫാ എന്ന ഒരു ഹർഫ് മാത്രമാണ് അധികരിച്ചിട്ടുള്ളതായി കൊണ്ട് കാണാൻ സാധിക്കുന്നത്. ഇനി ഇവിടെ ചില അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുണ്ട്. അതായത് ഇവിടെ കാഫിറുകളായ സത്യനിഷേധികളായ ആളുകളെ ഉപമിച്ചിരിക്കുകയാണ് 3 വിഭാഗത്തോട്. അപ്പോൾ ഉപമ എന്ന ഒരു വിജ്ഞാനകോശം മലയാളത്തിലുണ്ട്, അറബിയിലുമുണ്ട്. അറബിയിൽ ഇൽമുൽ ബലാഗ എന്നാണ് പറയുക. മുഷബ്ബഹ്, മുഷബ്ബഹ് ബിഹി, വജ്ഹു ശിബ്ഹ്, ഇങ്ങനെ അതിൻ്റെ ചില സാങ്കേതിക പ്രയോഗങ്ങളുണ്ട്. അത് ഏറ്റവും സിമ്പിളായിക്കൊണ്ട് പറയുകയാണെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് അവൻ പുലിയെപ്പോലെയാണ് എന്ന്. ഒരു മനുഷ്യൻ അവൻ ചെയ്ത പ്രവൃത്തി കണ്ടിട്ടോ അല്ലെങ്കിൽ അവൻ ചെയ്ത ഏതെങ്കിലും ഒരു ധീര പ്രവർത്തനങ്ങൾ കണ്ടിട്ടോ നമ്മൾ സാധാരണ ഉപമിക്കാറുണ്ട് അവൻ പുലിയെപ്പോലെയാണ് എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ആർക്കാണ് ധീരത കൂടുതൽ? പുലിക്കാണോ ആ പ്രവർത്തനം ചെയ്ത വ്യക്തിക്കാണോ? പുലിക്കാണ് ധീരത കൂടുതൽ. ആ പുലിയോടാണ് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല സത്യനിഷേധികളായ ആളുകളെ മരിച്ചവരോട് ഉപമിച്ചു. എന്നാൽ മരിച്ചവരെ കേൾപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് സത്യനിഷേധികളെ ഉപമിച്ചുകൊണ്ട് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേൾപ്പിക്കാൻ സാധിക്കാത്ത ആളുകൾ ആരാ? മരിച്ചവരെ കേൾപ്പിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ സത്യനിഷേധികളായ ആളുകളെ വാക്കുകൾ കേൾപ്പിക്കാൻ സാധിക്കും. അവർ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ വിവക്ഷ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നേരത്തെ ഒരു മനുഷ്യൻ അവൻ പുലിയെപ്പോലെയാണ് എന്ന് പറയുമ്പോൾ ധീരതയുടെ വിഷയത്തിൽ പുലിയാണ് മുൻകടന്നു നിൽക്കുന്നത്. ഇവിടെ സത്യനിഷേധികൾ മരിച്ചവരെ പോലെയാണ് എന്ന് ഉപമിക്കുമ്പോൾ മരിച്ചവരാണ് കേൾക്കാത്ത വിഷയത്തിൽ കൂടുതൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മരിച്ചവർ കേൾക്കുകയില്ല. നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ വലിയൊരു മുസ്ലിം വിഭാഗം ആളുകൾ അവർ മരിച്ചവർ കേൾക്കും, ഔലിയാക്കൾ കേൾക്കും, അവർ കേട്ട് നമുക്ക് ഉത്തരം ചെയ്യും, നമ്മുടെ പ്രയാസങ്ങൾ നീക്കും, നമ്മുടെ പ്രതിസന്ധികൾ മാറ്റിത്തരും, നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്ന് വിശ്വാസമുള്ള ആളുകളാണ്. എന്നാൽ ഈ ആയത്ത് അതുപോലെയുള്ള സമാനമായ മറ്റു ചില ആയത്തുകൾ അത് ശക്തമായി എതിർക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളുണ്ട്. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആക്കും, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. അവരെ നിങ്ങളെ വിളിക്കുന്ന വിളി അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി നിങ്ങൾ പറയുന്ന ന്യായത്തിന് ഇനി കേൾക്കുമെന്ന് പറഞ്ഞാൽ പോലും മസ്തജാബൂലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല.
സൂറത്തുൽ ഫാത്തിറിലെ 13-14 വചനങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ഒമാ അൻത ബി മുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, റസൂലെ ഖബറിലുള്ള ആളുകളെ നിങ്ങൾക്ക് കേൾപ്പിക്കുക സാധ്യമല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവിടെ സാന്ദർഭികമായി മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങൾ, ഖബറിലുള്ള ആളുകളെ ബർസഖിയായ ലോകത്ത് ചില കേൾവികൾ അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നുണ്ട്. എന്നുവച്ചാൽ ഈ ലോകത്ത് നിന്ന് അവരോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവർ ഉത്തരം ചെയ്യുമെന്നൊന്നുമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല ചില സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, അവർ കേൾക്കുന്നതുണ്ട്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയോ മറ്റുമൊന്നും അവർ മരിച്ചവർ, അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ കേൾക്കുകയില്ല. ഇനി കേൾക്കുമെന്ന് ധരിച്ചാൽ പോലും അവർക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കുകയില്ല എന്നതാണ്. മാത്രമല്ല, അങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനാണ് അങ്ങേയറ്റം വഴിപിഴച്ചവർ എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനാണ് ഏറ്റവും വഴിപിഴച്ചവൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ലല്ല എന്ന് പറഞ്ഞാൽ വഴിപിഴച്ചു, അളല്ല് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അങ്ങേയറ്റത്താണ്. ഏറ്റവും വഴിപിഴച്ചവൻ അതാരാണ്? മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ, അള്ളാഹ്ക്ക് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. മല്ലാ യസ്തജീബു ലഹു, അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരെയാ? ഒരിക്കലും ഉത്തരം ചെയ്യാൻ സാധിക്കാത്ത ആളുകളെ. ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ തിരിച്ചു ഉത്തരം ചെയ്യാൻ സാധിക്കാത്ത ആളുകളെയാണ് അള്ളാഹുവിന് പുറമെ ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. വഹും അൻ ദുആഇഹിം ഗാഫിലുൻ, അവർ ഈ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ, അവരുടെ വിളിയുടെ വിഷയത്തിൽ അവർ അശ്രദ്ധയിലാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്കാഫിലെ 5-ാമത്തെ വചനത്തിലൂടെ പറയുന്നു. ഇനി 6-ാമത്തെ വചനത്തിൽ അള്ളാഹു വീണ്ടും തുടർത്തുന്നു. അള്ളാഹു വീണ്ടും തുടർന്നുകൊണ്ട് പറയുന്നു, വഇദാ ഹുശിറന്നാസു കാനൂ ലഹും അഅദാ വകാനൂ ബിഇബാദത്തിഹിം കാഫിരീൻ. അള്ളാഹു പറയുകയാണ്, നാളെ പരലോകത്ത് ഈ വിളിക്കപ്പെട്ടവരും വിളിച്ചവരും നാളെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു സന്ദർഭമുണ്ട്. അങ്ങനെ ഒരുമിച്ച് കൂട്ടി, മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടി ഈ വിഷയങ്ങൾ അത് വിചാരണക്കെടുക്കുമ്പോൾ ആ വിളിക്കപ്പെട്ട ആളുകൾ, അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും എല്ലാം നിഷേധിക്കും. അവർ ഇവർക്കെതിരാകും, ശത്രുക്കളായി മാറും. എന്നെ വിളിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് തിരിച്ച് അവർ ശത്രുക്കളായി മാറുകയും ഇവരുടെ പ്രാർത്ഥനാ വിഷയത്തിൽ അവർ എതിർക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇവിടെ 80-81 വചനങ്ങളിലൂടെ സത്യനിഷേധികളുടെ അധപ്പതനത്തെ സൂചിപ്പിച്ചപ്പോൾ അവരുടെ ഹൃദയങ്ങൾ മരിച്ചവരാണ്, അവർ കേൾക്കാത്തവരാണ്, അവർ കാണാത്തവരാണ്. എത്ര ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കൺമുമ്പിൽ വന്ന് ദൃക്സാക്ഷികളായിക്കൊണ്ട് അവർ അനുഭവിച്ചാൽ പോലും അവർ സ്വീകരിക്കാൻ തയ്യാറാകാതെ അന്ധന്മാരായി പോയിട്ടുണ്ട് എന്ന് പറയുകയാണ്. എന്നാൽ ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ഉപകരിക്കുന്നതാർക്ക്, പ്രവാചകൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ആർക്കാണ് ഉപകരിക്കുക എന്നുകൂടി അള്ളാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നുണ്ട്. അതാണ് 81-ാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്നത്, ഇൻ തുസ്മിഉ ഇല്ലാ മൻ യുക്മിനു ബി ആയാതിന വഹും മുസ്ലിമൂൻ. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നേരിൽ കണ്ട് മനസ്സിലാക്കി, കേട്ടു മനസ്സിലാക്കി, അവൻ്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് വിശ്വസിച്ചു. ആ വിശ്വസിച്ച ആളുകൾ അവർ മുസ്ലിങ്ങളാണ്, അവർ കീഴ്പ്പെട്ടവരാണ്, അള്ളാഹുവിൽ വിനയപ്പെട്ട് മടങ്ങിയവരാണ്. അവർക്ക് മാത്രമേ ഈ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ, പ്രബോധന പ്രവർത്തനങ്ങൾ അത് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രവാചകരെ, താങ്കൾ നിരാശനാകേണ്ടതില്ല. സത്യനിഷേധികൾ അവർ അവരുടെ പാട്ടിന് പോയിക്കോട്ടെ, അവർ അന്ധരും ബധിരരുമായിക്കൊണ്ട് മരിച്ചവരായിക്കൊണ്ട് പോയിക്കോട്ടെ, അവർ അങ്ങനെ അധപ്പതിച്ചു പോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനവുമായി കൊണ്ട് മുന്നോട്ട് പോകുവാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശ്രവിക്കാം. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ ഈ കാര്യങ്ങളെ പകർത്തുവാനും വിശുദ്ധ ഖുർആനുമായി ഒരു അഭേദ്യമായ ബന്ധം പുലർത്തുവാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴികൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ആ പ്രവാചകനെ അനുധാവനം ചെയ്തുകൊണ്ടുള്ള ജീവിതം നയിക്കുവാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.